ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 3:45 രാവിലെ പുലർച്ചെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റുള്ളൂ. എന്തിനാണ് എണീറ്റതെന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും എനിക്ക് രാവിലെ 5 മണിക്കാണ് ഷിഫ്റ്റ്. 5 മണി ടു 10 മണിയാണ് എനിക്കൊരു ഷിഫ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും നേരത്തെ എണീറ്റല്ലേ. സാധാരണ ഞാൻ 4 മണിക്ക് കഴിക്കാറ്, പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. ഉൾവിളിയോട് ഞാൻ നേരത്തെ എണീറ്റു. അതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വെച്ചു. അപ്പം എനിക്കിന്ന് ഇപ്പോൾ വെക്കേഷനാണ്, പക്ഷെ നല്ല വർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ബുധനാഴ്ച ആണ് ഈ ബ്ലോഗ്. ഓക്കെ, സോ സഹർഷം വെൽക്കംസ് യു ടു എ ബുധനാഴ്ച ബ്ലോഗ്. അപ്പോൾ യൂഷ്വൽ പ്രൊസീജിയേഴ്സാണ്. രാവിലെ ആയതുകൊണ്ട് ഞാൻ കുളിക്കാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാൻ മുടിയിലെ ചിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മടങ്ങിയിടും, രാവിലെ കുറച്ചുകൂടി ഈസി ആവാനായിട്ട്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് പല്ലേക്കും പിന്നെ ഫേസ് വാഷ്, അത്രയേ ഉള്ളൂ. അതിനുശേഷം യൂണിഫോം ഇടും, നേരെ പോകും. അത്രേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് അപ്പോൾ റെഡിയായി. ഇതാണ് എൻ്റെ യൂണിഫോം. ഡ്രസ്സ് മാറ്റിയിട്ടുള്ളൂ. ബ്ലാക്ക് പാൻറ്, ബ്ലാക്ക് ടീഷർട്ട്. ഇനി വേണം മറ്റേ മുഖത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. മുഖത്ത് കാര്യമായിട്ടൊന്നുമില്ല. ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പോകാറ്. ഇടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇടും, പക്ഷെ നമ്മളിന്ന് ലിപ്സ്റ്റിക് ഇടുന്നില്ല. 5 മണിക്കൊന്നും പോയിട്ട് ആരെ കാണിക്കാറുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും ഇടില്ല. പക്ഷേ ബേസിക് സ്കിൻ കെയർ വെരി മസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ബേസിക് സ്കിൻ കെയർ ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, ഗെറ്റ് റെഡി വിത്ത് മീ. പൊന്നാര ഭയങ്കര കൂടുതലല്ലേ, ചേരില്ല തയ്ക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അങ്ങനെ ഫൈനൽ ലുക്ക് എന്ന് പറയാനില്ല. നേരത്തെ എണീറ്റ ശേഷം കുറച്ച് ഐലൈനർ ഇട്ട പോലെ തോന്നുമെങ്കിലും പക്ഷേ ശരിക്കും മാറ്റമുണ്ട്. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുടി ഞാൻ അഴിച്ച് കെട്ടിയതാണ്, പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ഒരേപോലെ തന്നെയാണ്. അതായത് ഞാൻ വേറെ എന്ത് സ്റ്റൈലിൽ കിട്ടിയാലും എൻ്റെ മുടി ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. ഏകദേശം മുടി കട്ടി വയ്ക്കാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. ടാറിടാത്ത റോഡ്, പകഞ്ഞെടുക്കൽ, 2 സൈഡിൽ മടഞ്ഞെടുക്കൽ. അതുകൊണ്ട് ഞാനിനി വേറെ എന്ത് സ്റ്റൈലിലും മുടി കെട്ടിയാലും എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വലിയ വ്യത്യാസമൊന്നും തോന്നാത്തത്. പിന്നെ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. നമ്മൾ സ്വിസിടും. സ്വിസിട്ട ശേഷം നമ്മുടെ ഓഫീസ് ലുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ലൈറ്റ് കുറവാണ് രാവിലെ ആയതുകൊണ്ട്. പിന്നെ എൻ്റെ റൂമിൽ വെട്ടം കുറവാണ്. നമുക്ക് റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലപ്പാ. രാവിലെ എണീച്ച് ഈ ബുധനാഴ്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സമയം ഇപ്പോൾ 4:15 4:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എനിക്ക് ഇറങ്ങില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിറ്റമിൻ ടാബ്ലറ്റ്സും തൈറോയ്ഡ് ടാബ്ലറ്റ്സും മാത്രമേ കഴിച്ചിട്ട് പോകാറ്. ബാക്കി അവിടെ നിന്ന് കഴിക്കാറ്. അവിടെ കുറച്ച് ഫുഡൊക്കെ ഇരിപ്പുണ്ട്. അതെന്താ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. സോ ദിസ് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഫർണ. അപ്പോൾ ബുധനാഴ്ച എക്കോ. രാവിലെ 6 മണിക്ക് മുന്നേ ബസ് ഭയങ്കര കുറവായതുകൊണ്ട് ജോലിക്ക് പോകാനായിട്ട് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കൊച്ചും കൂടെ ഊബർ എടുത്തിട്ടാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ സെയിം റൂട്ടായതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് വരുമ്പോൾ അവൾ അവിടെ നിന്ന് ബുക്ക് ചെയ്യും, ഊബർ പൂൾ ബുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കയറും. എന്നിട്ട് നമ്മൾ ഫെയർ സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ എത്താറായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ സമയം ഏകദേശം 4:40 ആളെ കാണാനില്ല. 5 മണിക്ക് പഞ്ചിൻ ചെയ്യണം. നമ്മൾ ഇവിടുന്ന് 10 മിനിറ്റ് ദൂരമുള്ളൂ. 10 മിനിറ്റ് തികച്ചില്ല. സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം 10 മിനിറ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ 7 മിനിറ്റ് 6 മിനിറ്റിലൊക്കെ എത്തും. അപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഏകദേശം 23 ഡിഗ്രി എങ്ങാണ്ടാണ് ചൂട്. സമയം 4:45 അപ്പോഴേക്കും 23 ഡിഗ്രിയാണ്. എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ. എനിക്ക് ഇവിടുത്തെ ചൂട് ഒട്ടും ഇഷ്ടമല്ല. പാലക്കാട് നിന്ന് വന്നിട്ട് പോലും ഞാൻ പറയുന്നു, ഓസ്ട്രേലിയത്തെ ചൂട് എനിക്ക് ഇഷ്ടമല്ല. പാലക്കാട്ടിലെ ചൂട് ഇതിലും പേരാണ്. അതിന് ഊബർ വന്ന്
Hi guys. Pratiksha is missing, but hi. Hi guys. This is Devi. This is mine. Hi. Okay, bye. ഇതാണ് നമ്മുടെ ടീ റൂം. ലോക്കേഴ്സ്, ഫുഡ്, നേരത്തെ ഇവിടെ ഫുഡ് ഉണ്ടെന്ന്, അതാണ് ഫുഡ്. പിന്നെ അതിൻ്റെ ബ്രെഡൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം എൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്നവരോട്, ഞാൻ കോൾസ് സൂപ്പർ മാർക്കറ്റിലെ കസ്റ്റമർ സർവീസിലുള്ള ടീം മെമ്പറാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ച രാവിലെ നമുക്കിതേപോലെ പ്രമോഷണൽ ടിക്കറ്റ്സ് ഒട്ടിക്കണം. എല്ലാ ബുധനാഴ്ചയാണ് ഇവിടുത്തെ സൈക്കിൾ ചേഞ്ച് ആവുന്നത്. മ്യൂസിക് കുറച്ച് കൂടുതലാണ്, അത് കേൾക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും പറയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ പണി. 5 AM to 10 AM ഞാനിന്ന് ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ സർവീസിലുണ്ടാവും. കോൾസ് ലോക്കൽ പേജ് റൂട്ടിലോട്ട് വരുമ്പോൾ ഞാനവിടെ മുന്നിൽ തന്നെ ഇരുന്നിട്ടുണ്ടാവും. എല്ലാവരോടും ഹായ് ഹലോ സുഖാണോ, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി ബ്രേക്കിന് കാണാം ഈ പണിയൊക്കെ തീർക്കും. അപ്പോൾ സമയം ഇപ്പോൾ 7:45. എനിക്ക് 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. 5 മണിക്കൂർ ഷിഫ്റ്റിന് 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അതിങ്ങനെ മാറി മാറി ചെയ്യും. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വിശന്നപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കാപ്പി, ഇത് റൈസിൻ ബ്രെഡ് ടോസ്റ്റ്. ഇതാണ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിൽ പോയിട്ട് വേറെ കഴിക്കണം. അപ്പോൾ കഴിക്കട്ടെ, പെട്ടെന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. സമയം 10 മണിയൊക്കെ വരെ ആയിരുന്നു ജോലി. അപ്പോൾ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോഫി വാങ്ങിച്ച്, അപ്പോൾ എനിക്ക് ഞാൻ അപ്പുറത്ത് വെസ്റ്റ് ഫീൽഡിലൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, എൻ്റെ ലേസർ അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയത്. മോർണിംഗ്. ഡ്രസ്സ് മാറ്റിയത് അതെൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഫ്രണ്ട്സാണ് ഇവിടെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം ലേസർ അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. അതും കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കോൾസിൽ പോയിട്ട്, വലിയ കോൾസിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെസ്റ്റ് ഫീൽഡിനുള്ളിൽ തന്നെ വലിയ കോൾസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വെസ്റ്റ് ഫീൽഡിൽ പോകണം. അപ്പോൾ 10:40 അപ്പോയിൻമെൻറ്റ്. ഇവിടുത്തെ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിച്ചാൽ പോരെ, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങാതെ അവിടെ പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു അറിയില്ല. അപ്പോൾ ഞാൻ കോൾസിൽ വന്നിട്ടുണ്ട്. 3 സാധനം വാങ്ങിക്കാനാണ് പ്ലാൻ. 3 സാധനം. ഒരു ബൊക്കെ, പിന്നെ മുട്ട, പിന്നെ സ്ക്രബ്ബർ, പാത്രം കഴിക്കണം സ്ക്രബ്ബർ. ഇത് 3 വാങ്ങിക്കാനാണ് പ്ലാൻ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അറിയാം ഞാൻ എന്തൊക്കെ വാങ്ങിക്കൂട്ടുന്നുള്ളത്. എല്ലാം കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും. എന്തെന്ന് അറിയില്ല, ഷോപ്പിംഗ് ഒരു അഡിക്ഷനാണ്. ഷോപ്പിംഗ് അഡിക്ഷൻ എനിക്ക് വല്ലാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കി ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വാങ്ങാണ്ടിരിക്കുക. എന്താണ് എല്ലാം വാങ്ങണം എന്നൊരു ആഗ്രഹമാണ്. എന്നാൽ ഞാൻ മൊത്തം കറങ്ങി നടന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങണമെന്ന് നോക്കട്ടെ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ദുഷ്ടബുദ്ധിയെ കൺട്രോൾ ചെയ്തിട്ട് ആകെ 3 സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. ഞാൻ പ്ലാൻ ചെയ്ത സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. വെറും 3 ഐറ്റം വാങ്ങിച്ചതിൻ്റെ ബില്ലാണിത്. ഇതെൻ്റെ ടീം മെമ്പർ ഡിസ്കൗണ്ടും കഴിഞ്ഞ ശേഷമുള്ള ബില്ലാണിത്. 3 ബേസിക് കാര്യങ്ങൾക്ക് കിട്ടിയ ബില്ലാണിത്. ഞാൻ എൻ്റെ ലേസർ അപ്പോയിൻമെൻറ്റിന് വന്നിരിക്കുകയാണ്. ഇതാണ് മിഷൻ. 5 മിനിറ്റ് കാര്യമുള്ളൂ. എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. എനിക്ക് അടിപൊളി കണ്ണടയൊക്കെ തന്നിട്ടുണ്ട്. അൺഡ്രോപ്സ് ലേസറാണ്. ഇതിപ്പോൾ 5ാമത്തെ സെഷൻ എന്താണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സെഷനാണ്. എനിക്ക് ഭയങ്കര വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ 10 മാസം പറഞ്ഞത്, ഇനിയും 5 മാസം ലെഫ്റ്റുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ലേസർ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തെ ഫുൾ പരിപാടി അവിടുത്തെ കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ്. സോ എൻ്റെ ആദ്യത്തെ പ്ലാൻ വെച്ചിട്ട് എന്തായിരുന്നു വെച്ചാൽ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ മടി പിടിച്ചതുകൊണ്ട് ഞാൻ മുട്ട ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ. മുട്ടയിൽ ഉപ്പും കുരുമുളകും ഇട്ട് അടിച്ചിട്ട് ദോശയുടെ മേലെ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇട്ടാൽ മതിയല്ലോ. എൻ്റെ മുട്ട ദോശ അങ്ങനെയാണ്. അപ്പോൾ അതാകുമ്പോൾ വേറെ കറിയും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ലോകത്ത് എനിക്കിഷ്ടമുള്ള 2 സാധനങ്ങളാണ്. ഒന്ന് മുട്ട, വേറെ ഒന്ന് ദോശ. ഇത് രണ്ടും എനിക്ക് എൻ്റെ ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
ഇത് ഞാൻ ദോശമാവ് ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. 1 ലിറ്ററിന് എത്രയാണ്? $8, $5 to $10 എവിടെയാണോ വില, ഞാൻ വില കറക്റ്റായിട്ട് മറന്നുപോയി. സോ നല്ല ഇഡ്ഡലി ദോശ ബാറ്ററാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ. എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ദോശ ഉണ്ടാക്കുന്നു. ലൈഫിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള വേറൊരു കാര്യമില്ല. ദോശ ഉണ്ടാക്കുന്ന അത്ര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ലോകത്തിൽ ഞാൻ തോന്നുന്നു. ഇടയ്ക്ക് എനിക്ക് എത്ര ഇഷ്ടം ദോശ. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റഡി ലീവിന് അമ്മ വീട്ടിൽ ദോശമാവ് ഉണ്ടാക്കി. അതാകുമ്പോൾ എനിക്ക് ബോറടിക്കുമ്പോൾ വിശക്കുമ്പോൾ ഒക്കെ ദോശ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടദോശ, ഉള്ളി ചമ്മന്തി, മറ്റെങ്ങനെ നെയ്യൊക്കെ വെച്ച് മുരുമുരുന്നിരിക്കുന്ന ദോശ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ജീവനാണ്. ദോശയില്ലാണ്ട് എനിക്കൊരു ജീവിതമല്ല. എനിക്ക് ദോശ അടുപ്പിച്ച് കഴിക്കേണ്ടിരുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. അത്ര ഇഷ്ടമാണ് എനിക്ക് ദോശയും മുട്ടയും. മുട്ടയോട് എന്താണെന്ന് വെച്ചാൽ പണ്ട് എന്താ പറയുക, ഞാൻ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു മുട്ട കച്ചവടക്കാരനെ കെട്ടിച്ചു കൊടുക്കണം. കാരണം എപ്പോഴും മുട്ട കഴിക്കാമല്ലോ. അത്ര ഇഷ്ടമാണ് എനിക്ക് മുട്ട. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് മുട്ട പ്ലസ് ദോശ = സ്വർഗം ഫോർ മീ. അപ്പോൾ എൻ്റെ സ്വർഗ്ഗമാണ്, എൻ്റെ കംഫർട്ട് ഫുഡാണ് മുട്ടദോശ. അപ്പോൾ ദോശ വെച്ചു, ഇത് മുട്ടടിച്ച് ചെയ്യുന്നു. ഒന്നുമില്ല, കുരുമുളക് ഉപ്പ് മാത്രം അടിച്ച് മുട്ട അത് എടുക്കുക. ഇങ്ങനെ ദോശൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് കാണിച്ചു തരാം. 2 മുട്ട എടുത്താൽ ഒരു 4 ദോശയിൽ ഞാൻ ഫുള്ളായിട്ട് ഒഴിക്കും. വയറ് നിറയും. കറക്റ്റായിട്ടുള്ള പോർഷനാണ് എനിക്ക്. പ്രോട്ടീനുണ്ട്, ഫുഡുണ്ട്, വയറ് നിറയും. ഹെൽത്തി ആണോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ വയറ് നിറയും. അതാണല്ലോ വേണ്ടത്. കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ മുട്ടദോശ. അപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് ചോറ് ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട്. ചോറ് റെഡിയാണ്. പിന്നെ ഉപ്പേരി എൻ്റെ മൈൻഡിലുള്ളത് കായുപ്പേരിയാണ്. അപ്പോൾ ഞാനത് കള്ളപ്പണിയാണ്. റൈസ് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് വാമ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും കുറച്ച് ഹാഫ് ബോയിൽഡൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പണി കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ കള്ളപ്പണിയാണ്, പക്ഷേ പ്രാക്ടിക്കൽ സൊല്യൂഷനാണ്. സമ്മർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകതയായി കിടക്കുന്നത്. ക്ഷമിക്കുക. തുണിയെല്ലാം അലക്കിയിട്ടത് ഒരുമിച്ചാണ്. സോറി. 3 പെൺകുട്ടികൾ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പുറത്തുതന്നെ എല്ലാവർക്കും എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഇപ്പോഴാണ് തുണി കളിക്കുന്നത്. വെരി മച്ച് സോറി. ഇനി ഒന്ന് ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഞാൻ വന്നപാട് അങ്ങനെ കിച്ചണിൽ കയറിയതാണ്. ഒന്ന് ഫ്രഷായിട്ട് ലൈബ്രറിയിൽ പോകാം. യൂണിവേഴ്സിറ്റിയിൽ പോകാം. യൂണിയിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഹബ് ഓർമ്മയുണ്ടോ? ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ റേഷൻ കട സെറ്റപ്പാണത്. നമുക്ക് ആവശ്യമുള്ള ബേസിക് ലൈഫ് ഗുഡ്സ് ഒക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നതിന് പോകണം. പക്ഷേ ഞാൻ സാധനം വാങ്ങിക്കാനല്ലെന്ന് പോണത്. എൻ്റെ കയ്യിൽ കുറേ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സ് ഇതെല്ലാം ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഡൊണേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഇതെല്ലാം ഓൾറെഡി ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് പോകാം. ഇത് കണ്ടോ, ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ബാഗ്സാണ്. ഇത് രണ്ടിലും ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമുക്ക് യൂണിയിൽ നിന്ന് കുറേ ടോട്ട് ബാഗ്സ് ഓരോ ഇവൻറ്റിന് കിട്ടും. അത് പിന്നെ ഇതൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുഡ് ഹബിൽ പോയി കൊടുക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വരുമ്പോഴൊക്കെ അവർ ആ പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ എടുത്തിട്ട് പോകും. വേസ്റ്റ് ആവില്ല, റീയൂസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫുൾ എൻ്റെ കുറച്ച് ഡ്രസ്സാണ്, ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രസ്സസാണ്. അത്രയൊന്നുമല്ല, 2-3 ഹൂഡി പിന്നെ 2 പാൻറ്റ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഫുഡ് ഹബിൽ പോയി കൊടുക്കാൻ പോവാണ്. കൊടുത്തിട്ട് വരാം. ബൈ ബൈ. ഞാൻ എന്തിനാണ് ബായ് പറയണേ? കണ്ടിന്യൂഷൻ ആണല്ലോ അല്ലേ? സോറി, ബായ് ഇല്ലേ, ലാസ്റ്റ് ബായ് ഉള്ളൂ. പോയിട്ട് വരാം. അല്ല, പോവാം. ബാ. ആ കാണുന്നതാണ് ഫുഡ് ഹബ്. ക്യൂ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2 മണിക്ക് തുടങ്ങുള്ളൂ, പക്ഷേ ഇപ്പോൾ തന്നെ ആൾക്കാർ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ ക്യൂ ആവും. നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത് വലിയ ക്യൂ ആവും. യൂണിവേഴ്സിറ്റിയിലെ ഒരു എല്ലാ സ്റ്റുഡൻസും വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നത്. ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഫുഡ് ഹബിൽ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടെന്ന്. ഇപ്പോൾ തന്നെ ഇത് അങ്ങ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ക്യൂ നിൽക്കുന്നുണ്ടാവില്ല. സാധനം കൊടുത്തിട്ട് തിരിച്ചു വരുമായിരിക്കും. സാധനം കൊടുക്കാൻ വന്ന് ഞാനിപ്പോൾ വോളണ്ടിയർ ആയി നിൽക്കുകയാണ്. വീണ്ടും ഒരാവശ്യമില്ല, സമയം പോകാനായിട്ട്. ക്യാരറ്റ്, സുക്കീനി, അവക്കാഡോ, ബീൻസ്, ക്യാബേജ്, ബ്രോക്കലി, പൊട്ടറ്റോസ്, ഞാൻ പിന്നെ അതെ ഉള്ളി, അവിടെ പഞ്ചസാര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ബ്രെഡ്, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഫുഡ് ഹബിൽ പോയിട്ട് സാധനം കൊടുക്കാൻ പോയാൽ ഞാൻ കുറച്ച് സാധനം ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു കൂട്ടാൻ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂട്ടാൻ വിളമ്പാനൊരു പാത്രമുണ്ട്.
പിന്നെ ഈ ചന്ദനത്തിരി ഒഴിപ്പിക്കുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ താഴേക്ക് വെള്ളം പോലെ വീട്ടിൽ അത്. അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കിട്ടിയതുള്ള ഞാൻ വീട്ടിൽ പോയി കാണിച്ചു തരാം. ഈ വെയിലത്തൊന്ന് വീട്ടിൽ പോട്ടെ. അപ്പോൾ ഞാൻ തിരിച്ച് വീടെത്തി. ഭയങ്കര സുഖമായിട്ട് മൂക്ക് കഴിക്കണം. മൂക്ക് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഒഴിക്കണത്, അല്ലെങ്കിൽ ഇത്ര ഉരുളക്കിഴങ്ങില്ല, കുറച്ച് വേഗമുള്ള ഉരുളക്കിഴങ്ങായിരിക്കും. അപ്പോൾ ഒന്നും വാങ്ങുന്നില്ല, അതായത് ചുമ്മാ കൊടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് പോയ ഞാൻ അവിടെ പോയി പണിയെടുത്ത് സാധനങ്ങളും വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് എന്താ അവിടെ നിന്ന് കിട്ടിയെന്ന് കാണണ്ടേ. ഇതൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ എടുത്തത് ഇത്രയാണ്. ഇനിയും ഉണ്ടായിരുന്നു കുഞ്ഞുരുളക്കിഴങ്ങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുരുളക്കിഴങ്ങ്. പിന്നെ ചെറി ടൊമാറ്റോസ്. എനിക്ക് സാധാ ടൊമാറ്റോസിനെക്കാട്ടിലും ഇഷ്ടമായി ചെറി ടൊമാറ്റോസാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് എരിഞ്ഞിട്ടിട്ട് സാലഡ് പോലെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഒനിയൻസ്, സബോല. അത്യാവശ്യം നല്ല സബോലയാണ്. ഞാൻ 3 എടുത്തുള്ളൂ, എനിക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു പ്ലേറ്റ് കിട്ടി, കഞ്ഞി കുടിക്കാൻ പറ്റിയ പ്ലേറ്റ്. പാസ്ത പ്ലേറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ എനിക്കിത് കഞ്ഞി കുടിക്കാൻ പറ്റും. അടിപൊളി പ്ലേറ്റ്. പിന്നെ ഈ ഐറ്റം, എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കത്തിക്കുമ്പോൾ ഇതിന് താഴെ കൂടി ഇങ്ങനെ പകുതില്ലേ അത്. പക്ഷേ ഇതിൻ്റെ ചന്ദനത്തിരി ഒന്നേ കിട്ടുള്ളൂ, അല്ല തിരി ഒന്നേ കിട്ടുള്ളൂ, ബാക്കി ആരും എടുത്തിട്ട് പോയി. പിന്നെ ഇങ്ങനത്തെ ക്യാൻഡിൽസ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നല്ല ഭംഗിയുണ്ട്. പോകുമ്പോൾ അടുപ്പത്ത് വെച്ച് പോയ കായ ഉപ്പേരിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഞാൻ നേരെ വന്നിരുന്നതാണ്. നോക്കാം. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അത് കായപ്പേരി ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഉറങ്ങണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇപ്പോഴത്തെ പ്ലാൻ. ഉറങ്ങി എണീച്ചിട്ട് ഫുഡ് കഴിക്കും. എനിക്ക് വിശക്കണമെന്നില്ല. അപ്പം ഞാൻ ഉപ്പേരി വാമിലിട്ടിട്ട് പോയതുകൊണ്ട് തന്നെ ഇതൊന്നും ആയിട്ടില്ല. എപ്പോഴും കട്ടക്കട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം അത് കുക്ക് മോഡിലിട്ടു. വീണ്ടും കുക്ക് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് വേറെ ഊറ്റി മാറ്റിയിട്ട് വറുത്തണം. അപ്പോൾ നമ്മുടെ റൈസ് കുക്കർ കായ വേവിക്കൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ഊറ്റിയെടുത്തിട്ട് അങ്ങനെ ഇവിടെ തന്നെ വെച്ചതാണ് നേരെ വറുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പേരി റെഡിയാക്കാം. അങ്ങനെ കായപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല ക്ഷീണം എനിക്ക്. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് ചോറ് കഴിച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങുമ്പോൾ. അപ്പോൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ സമയം ഇപ്പോൾ 7:45. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് എല്ലാ റെഗുലർ ബുധനാഴ്ചകളും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എണീറ്റാണ്. അല്ലെങ്കിൽ ഞാൻ നല്ല ഉറങ്ങിപ്പോയിനെ കണ്ണൊക്കെ കണ്ട ചോന്നിരിക്കണം. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ കുറച്ച് തുണികൾ മടക്കി വയ്ക്കുക. അത് നേരത്തെ നമ്മൾ വീഡിയോ കണ്ടില്ലേ അലമ്പാക്കിയത്, അതൊന്ന് ഇതാക്കുക. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങാം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ സമയം
ഇപ്പോൾ 8:30 8:30 കഴിഞ്ഞു. എൻ്റെ മീറ്റിംഗ് ഞാൻ ഫിനിഷ് ചെയ്തു ഇപ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ സാധാരണ ഒരു ബുധനാഴ്ച. വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇനി ഫുഡ് കഴിക്കുക, കുറച്ച് ബാക്കിയുള്ള അല്ലാതെ ചില്ലറ പണി, തുണി മടക്കി വയ്ക്കൽ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. മേ ബി ഞാൻ ഒരു സിനിമ കാണുമായിരിക്കും. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാത്ത ദിവസമാണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിംഗ് ഇല്ല, അത്രേ തന്നെ ഉള്ളൂ. പിന്നെ നേരത്തെ എണീറ്റുകൊണ്ട് നേരത്തെ കിടക്കും ബുധനാഴ്ചകൾ. അപ്പോൾ വേറെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഇതാണ് എൻ്റെ ഒരു സാധാരണ ബുധനാഴ്ച. ഇതിൽ പ്രത്യേകിച്ച് ഫണ്ണായിട്ടോ എക്സൈറ്റിംഗ് ആയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു എനിക്കറിയില്ല. പക്ഷേ ഇതൊരു സാധാരണ ബുധനാഴ്ചയാണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. കമൻറ്റായിട്ട് പറയാം. ബോറിംഗ് ആണ് തോന്നിച്ചാൽ ബോറിംഗ് ആണെന്ന് പറയാം. എനിക്കിതിൽ എങ്ങനെ സ്പൈസപ്പ് എങ്ങനെ എക്സൈറ്റിംഗ് ആക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ റെഗുലർ ലൈഫാണ്. പിന്നെ അവസാനം വരെ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടുക. അറിയാമല്ലോ എനിക്ക് നിങ്ങൾ കണ്ടു എന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ തുണി മടക്കി വയ്ക്കണതൊന്നും നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രത്യേകിച്ച് യാതൊരു ടെക്നിക്കും ഒന്നുമില്ല. എല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ എനിക്കറിയുന്ന പോലെയാണ്, അല്ലാതെ ഒതൻറ്റിക് മെത്തേഡ്സ് ഒന്നും അല്ലാതെ എനിക്കറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ബൈ ഫ്രം ചാർഷം.